ഹായ് മക്കളെ, വെൽക്കം ടു വിങ്സ് അക്കാഡമീസ് ന്യൂ വീഡിയോ. അപ്പോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മൂന്നാമത്തെ ചാപ്റ്ററിലെ കുറച്ചും കൂടി പോർഷൻസ് ബാക്കി ഉണ്ടായിരുന്നു അല്ലെ. മൂന്നാമത്തെ ചാപ്റ്റർ ഏതായിരുന്നു? റെസ്പിറേഷൻ ആൻഡ് എക്സ്ക്രീഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്ററിലെ റെസ്പിറേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് മുൻപത്തെ ക്ലാസ്സിൽ. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സ്ക്രീഷൻ ആണ്. റെസ്പിറേഷൻ പഠിച്ച എല്ലാവർക്കും എക്സ്ക്രീഷൻ പറയുമ്പോൾ വേഗം മനസ്സിലാവും. അപ്പൊ ആ വീഡിയോ ആരെങ്കിലും കാണാനുണ്ട് അല്ലെങ്കിൽ അതിലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ പരിചയപ്പെടാനുണ്ടെന്നുണ്ടെങ്കിൽ വേഗം പോയി നോക്കുക. അത് കണ്ടിട്ട് വേണം ഇത് കാണാനായിട്ട്. ഇപ്പൊ നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. അപ്പോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സ്ക്രീഷൻ എന്നുള്ള പോർഷൻ ആണ്. എക്സ്ക്രീഷൻ എന്ന് പറഞ്ഞാൽ മെയിൻലി എന്താണ്? സിമ്പിൾ ആയിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ബോഡിയിൽ ആവശ്യമില്ലാത്ത വേസ്റ്റുകളെ എക്സ്പെല് ചെയ്ത് പുറത്തേക്ക് കളയാം, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത വേസ്റ്റിനൊക്കെ പുറത്താക്കുന്ന പരിപാടിനെയാണ് എക്സ്ക്രീഷൻ എന്ന് പറയാ. അപ്പോ എക്സ്ക്രീഷൻ എങ്ങനെയാണ് നടക്കുക, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ബോഡിയിൽ നിന്ന് എക്സ്ക്രീറ്റ് ചെയ്ത് പോവാ, പുറത്തേക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ എന്തൊക്കെ കളയുന്നൊക്കെ നോക്കാം. അപ്പൊ സിമ്പിൾ ആയിട്ട് ഫസ്റ്റ് ഒരു വൺ വേർഡ് ക്വസ്റ്റ്യൻ ഉണ്ട്. വിച്ച് ഓർഗൻ സിന്തസൈസസ് യൂറിയ? യൂറിയ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ശരീരത്തിന് ഒട്ടും ആവശ്യമില്ലാത്ത ഒരു സാധനത്തിനെ, ഒരു കമ്പോണന്റിനെ ഉണ്ടാക്കുന്നത് ബോഡിയിലെ ഏത് പാർട്ടാണെന്ന്. ഏത് പാർട്ടാണ്? ലിവർ. നമുക്ക് എല്ലാവർക്കും അറിയാം ലിവർ ആണ് യൂറിയനെ സിന്തസിസ് ചെയ്യുക, അതായത് യൂറിയനെ ഉണ്ടാക്കുന്നത് ലിവർ ആണ്. ഇങ്ങനെ ഒരു ഡയഗ്രാം നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കണ്ടതാണ് അല്ലെ. സെല്ലിന്റെ ഉള്ളിൽ മെറ്റബോളിസം ഒക്കെ നടക്കും, അങ്ങനെ അമോണിയ ഉണ്ടാവും. അമോണിയ ടോക്സിക് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആണ്. അതിന്റെ ഒപ്പം റെസ്പിറേഷൻ കഴിഞ്ഞിട്ടുള്ള CO2ഉം H2Oയും എൻസൈംസും കൂടി ലിവറിൽ പോയി കുറെ റിയാക്ഷൻസ് ഒക്കെ നടന്നിട്ട് അവിടെ യൂറിയ ഉണ്ടാവും. യൂറിയ എന്നിട്ട് കിഡ്നീസിലേക്ക് ബ്ലഡ് വഴി എത്തും. എന്നിട്ട് അതിനെ ഫിൽട്ടർ ചെയ്തിട്ടാണ് യൂറിൻ ആക്കാന്ന് നമ്മൾ ഈ ഫ്ലോ ചാർട്ട് നോക്കിയപ്പോ പഠിച്ചതാണ്. അപ്പൊ സിമ്പിൾ ആയിട്ട് ചോദിച്ചത് യൂറിയ സിന്തസിസ് ചെയ്യുന്നത് എവിടെയാണ്, യൂറിയ ഉണ്ടാവുന്ന ബോഡിയിലെ പാർട്ട് ഏതാണെന്നാണ് ചോദിച്ചത്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യനിൽ പോണതിന് മുന്നേ നമുക്ക് എക്സ്ക്രീറ്ററി സിസ്റ്റം ഒന്ന് പരിചയപ്പെടാം. എക്സ്ക്രീറ്ററി സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മൾ ഡൈജഷൻ പഠിച്ചപ്പോൾ ഡൈജസ്റ്റീവ് സിസ്റ്റം പഠിച്ചു, റെസ്പിറേഷൻ പഠിച്ചപ്പോൾ റെസ്പിറേറ്റീവ് സിസ്റ്റം പഠിച്ചു. അപ്പൊ ഇനി എക്സ്ക്രീഷൻ പഠിക്കുമ്പോൾ നമുക്ക് നിർബന്ധമായിട്ടും അതിൽ പങ്കെടുക്കുന്ന കുറെ ഓർഗൻസ് ഉണ്ടാവും. അവരെ ഒരുമിച്ച് വിളിക്കുന്നതാണ് എക്സ്ക്രീറ്ററി സിസ്റ്റം. അപ്പൊ എക്സ്ക്രീഷന് മെയിൻലി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ബീൻ ഷേപ്ഡ് ആയിട്ടുള്ള പയറുമണി പോലത്തെ രണ്ട് സംഭവങ്ങളെ കാണാം അല്ലെ. അവരെയാണ് കിഡ്നീസ് എന്ന് പറയാ. റൈറ്റ് സൈഡിലുള്ളത് റൈറ്റ് കിഡ്നി, ലെഫ്റ്റ് സൈഡിലുള്ളത് ലെഫ്റ്റ് കിഡ്നി. ഇനി അടുത്തത് ദേ നോക്കുക, അങ്ങോട്ടേക്ക് ബ്ലഡിനെ കൊണ്ടുവന്നിട്ട് യൂറിൻ ആക്കലാണ് ജോലി എന്ന് നേരത്തെ പറഞ്ഞു. അപ്പൊ അങ്ങനെ ബ്ലഡിനെ കിഡ്നിയുടെ അകത്തേക്ക് കൊണ്ടുവരുന്നതാണ് റീനൽ ആർട്ടറി. അപ്പൊ ബ്ലഡിനെ കിഡ്നിയുടെ അകത്തേക്ക് കൊണ്ടുവരുന്ന ബ്ലഡ് വെസലിന്റെ പേരാണ് റീനൽ ആർട്ടറി. ഇനി ഇവിടെ നിന്ന് തിരിച്ച് ബ്ലഡിനെ പുറത്തേക്ക് കൊണ്ടുപോകുന്നത്, കിഡ്നിയുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ബ്ലഡിനെ കൊണ്ടുപോകുന്ന ബ്ലഡ് വെസലിന്റെ പേരാണ് റീനൽ വെയിൻ. അപ്പൊ റീനൽ വെയിൻ എന്താ ചെയ്യാ? കിഡ്നിയുടെ അകത്തുള്ള ബ്ലഡിനെ പുറത്തേക്ക് കൊണ്ടുപോകും. റീനൽ ആർട്ടറി ചെയ്യുന്നത് പുറത്തുള്ള ബ്ലഡിനെ അകത്തേക്ക് കൊണ്ടുവരും. ഇനി ഇവിടെ നിന്ന് കണക്ട് ചെയ്തിട്ട് കുറച്ച് സ്ട്രക്ചേഴ്സ് കാണാം. ഇതിന്റെ ഉള്ളിലായിട്ട് കുറെ ഇങ്ങനെ സമൂസ ഷേപ്പിലുള്ള കുറച്ച് ട്രയാങ്കിൾ, പിരമിഡ് പോലെ ഉള്ള കുറച്ച് സ്ട്രക്ചേഴ്സ് കാണാനായിട്ട് പറ്റും. അതിന്റെ ഉള്ളിലാണ് ഇങ്ങനെ ഈ കൊണ്ടു ചെല്ലുന്ന യൂറിയനെ ഫിൽട്ടർ ചെയ്ത് യൂറിൻ ആക്കാൻ കഴിവുള്ള കുറച്ച് സാധനങ്ങൾ ഉള്ളത്. അപ്പൊ അതിന്റെ സ്ട്രക്ചർ ഒക്കെ പഠിക്കാനുണ്ട്. അതിനു മുമ്പായിട്ട് നമുക്ക് നോക്കാം, ആ സ്ട്രക്ചേഴ്സിൽ നിന്ന് കണക്ട് ചെയ്ത് വരുന്ന ഇവിടെ ആയിട്ട് കാണുന്ന ഒരു പോർഷനെയാണ് പെൽവിസ് എന്ന് വിളിക്കുക. എന്നതാണ് വിളിക്കുക? പെൽവിസ് എന്നാണ് വിളിക്കുക. ആ പെൽവിസിൽ നിന്നും വലിയൊരു ട്യൂബ് ഇങ്ങനെ വരുന്നുണ്ട്. യൂറിയനെ യൂറിനാക്കി മാറ്റി അതിനെ നമ്മളുടെ യൂറിനറി ബ്ലാഡറിലേക്ക് എത്തിക്കുന്നത് ഈ വലിയ കുഴലാണ്. അതിനെ വിളിക്കുന്നതാണ് യൂറേറ്റർ. അപ്പൊ പെൽവിസിൽ നിന്നും വരുന്ന വലിയ ട്യൂബിന്റെ പേരാണ് യൂറേറ്റർ. അത് ചെന്നെത്തുന്നത് യൂറിനറി ബ്ലാഡർ. യൂറിനറി ബ്ലാഡറിലായിരിക്കും യൂറിൻ സ്റ്റോർ ചെയ്ത് വെക്കുക. എന്നിട്ട് യൂറേത്ര വഴി എക്സ്പെൽ ചെയ്ത് പോകും. അപ്പൊ പാർട്സ് നമ്മൾ പരിചയപ്പെട്ടു. ഇനി അടുത്തത് നോക്കുക, ടീച്ചർ നേരത്തെ പറഞ്ഞ ഫിൽട്രേഷന് ഹെൽപ്പ് ചെയ്യുന്ന, യൂറിയനെ ഫിൽട്ടർ ചെയ്ത് യൂറിൻ ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന സ്ട്രക്ചറിന്റെ പടമാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഫിൽട്ടർ ചെയ്യുന്ന ആൾക്കാരെ വിളിക്കുന്നതാണ് നെഫ്രോൺ. എന്താണ് വിളിക്കുക? നെഫ്രോൺ. ന്യൂറോൺ അല്ല, നെഫ്രോൺ ആണ്. അപ്പൊ മാറിപ്പോവരുത്. കിഡ്നിയിലുള്ള അൾട്രാ ഫിൽറ്റേഴ്സ് എന്നറിയപ്പെടുന്നതാണ് ഈ നെഫ്രോണിനെ. നേരത്തെ പറഞ്ഞിട്ടുള്ള പിരമിഡൽ ഷേപ്പിന്റെ അകത്ത് കുറെ നെഫ്രോൺസ് ഇങ്ങനെ ഉണ്ടാവും. ഈ നെഫ്രോൺസിന്റെ ഒക്കെ ഈ എൻഡ് പാർട്ട് വന്ന് ജോയിൻ ചെയ്യുന്നതാണ് പെൽവിസിൽ. അപ്പൊ ഇനി നമുക്ക് സ്ട്രക്ചർ നോക്കാം. അപ്പൊ അതേ ഒരു ബ്ലഡ് വെസൽ ഇങ്ങനെ വരുന്നുണ്ട്. അവരാണ് ബ്ലഡിനെ അകത്തേക്ക് കൊണ്ടുപോവുക.
അവരുടെ പേരാണ് റീനൽ ആർട്ടറി. കിഡ്നിയുടെ അകത്തേക്ക് ബ്ലഡിനെ കൊണ്ടുപോകുന്ന ബ്ലഡ് വെസൽ റീനൽ ആർട്ടറി. റീനൽ ആർട്ടറി ഇങ്ങനെ പോയിട്ട് കുറച്ച് കാപ്പിലറീസ് ആയിട്ട് മാറുന്നുണ്ട്. ഒരു കപ്പ് ഷേപ്ഡ് ആയിട്ടുള്ള ഒരു സംഭവം കാണാം അല്ലെ, അതിനെ വലുതാക്കി വരച്ചേക്കുന്നതാണിത്. അപ്പൊ ഒരു 2 വാളുള്ള കപ്പ് ഷേപ്ഡ് സ്ട്രക്ചർ കാണാം, അതിനെ വിളിക്കുന്നതാണ് ബൗമാൻസ് കാപ്സ്യൂൾ. ബൗമാൻസ് കാപ്സ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഡബിൾ വാൾഡ് കപ്പ് ഷേപ്ഡ് സ്ട്രക്ചർ ഓഫ് നെഫ്രോൺ ആണ്. ഇനി അതിന്റെ ഉള്ളിൽ കുറെ ബ്ലഡ് കാപ്പിലറീസ് കാണാം, നെറ്റ്വർക്ക് ഓഫ് ബ്ലഡ് വെസൽസ് കാണാം, അതിനെ വിളിക്കുന്നതാണ് ഗ്ലോമറുലസ്. ബ്ലഡ് കാപ്പിലറീസിന്റെ പ്രത്യേകത എന്താ? തിൻ വാൾ ആയിരിക്കും, അതേപോലെ ചെറിയ പോഴ്സ് ഉണ്ടാവും അതിന്റെ വാൾസ്. അപ്പൊ അങ്ങനെയാണ് ഫിൽട്ടർ ചെയ്ത്, അവിടെയാണ് ഫിൽട്രേഷൻ നടക്കുക. യൂറിനായി മാറുന്നത് ഈ പാർട്ടിലാണ്, ഗ്ലോമറുലസിൽ വെച്ചിട്ടാണ് ഫിൽട്രേഷൻ നടക്കുക. ഇനി ഗ്ലോമറുലസിലേക്ക് കയറി പോകുന്ന ബ്ലഡ് വെസലിനെ അഫറന്റ് വെസൽ എന്ന് വിളിക്കും. ഇനി ഗ്ലോമറുലസിൽ നിന്ന് ഇറങ്ങി വരുന്ന ബ്ലഡ് വെസലിനെ ഇഫറന്റ് വെസൽ എന്ന് വിളിക്കും. എന്നിട്ട് അവിടെ ഇങ്ങനെ കുറെ ബ്ലഡ് കാപ്പിലറീസ് ഇങ്ങനെ കാണാം. എന്നിട്ട് ബ്ലഡിനെ, പ്യൂർ ആയിട്ടുള്ള ബ്ലഡിനെ, വേസ്റ്റ് ഒന്നും ഇല്ലാത്ത ബ്ലഡിനെ പുറത്തേക്ക് കൊണ്ടുപോകുന്നത് റീനൽ വെയിൻ വഴിയായിരിക്കും. ആര് വഴിയായിരിക്കും? റീനൽ വെയിൻ വഴിയായിരിക്കും. അപ്പൊ നമുക്ക് കാണാം ബൗമാൻസ് ക്യാപ്സ്യൂളിനോട് അറ്റാച്ച് ചെയ്ത് വലിയൊരു ട്യൂബ് ഇങ്ങനെ വളഞ്ഞ് പിന്നെ ഇങ്ങനെ യു പോലെ നേരെ പോയിട്ടുണ്ട്. അവരെ വിളിക്കുന്നതാണ് റീനൽ ട്യൂബ്യൂൾ. ഇവിടെ വെച്ചിട്ടാണ് ആവശ്യമുള്ള സാധനങ്ങൾ അബ്സോർബ് ചെയ്യുകയും ആവശ്യമില്ലാത്തവരെ എക്സ്പെല് കളയുകയും ചെയ്യണത്. ഇനി അങ്ങനെ ആവശ്യമില്ലാത്തവരെയൊക്കെ ഇവർ എക്സ്പെല് ചെയ്യാനായിട്ട് യൂറിൻ ആക്കി മാറ്റി, യൂറിയൻ വാട്ടർ ഒക്കെ മിക്സ് ആയി, കുറെ കമ്പോണൻസ് ഒക്കെ ഉണ്ട് അതില്, അതൊക്കെ മിക്സ് ആയിട്ട് യൂറിൻ ഫോം ചെയ്തിട്ട് എത്തി നിൽക്കുക കളക്ടിങ് ഡക്റ്റിലായിരിക്കും. അപ്പൊ കളക്ടിങ് ഡക്റ്റ് എന്താ ചെയ്യാ? യൂറിനെ ശേഖരിച്ചു വെക്കും. കളക്ടിങ് ഡക്റ്റ് യൂറിനെ കളക്ട് ചെയ്ത് വെക്കും. അപ്പൊ നമുക്ക് നോക്കാം, അതിന്റെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഈ ടേബിൾ പഠിച്ചാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇതൊക്കെ പഠിക്കാനായിട്ട് പറ്റും. ബ്ലഡ് വെസൽ വിച്ച് ക്യാരീസ് ബ്ലഡ് ടു കിഡ്നീസ്. കിഡ്നിയുടെ അകത്തേക്ക് ബ്ലഡിനെ കൊണ്ടുപോകുന്ന ബ്ലഡ് വെസലിന്റെ പേര് റീനൽ ആർട്ടറി. ഇനി പുറത്തേക്ക് കൊണ്ടുവരണതോ റീനൽ വെയിൻ. അൾട്രാ ഫിൽട്ടേഴ്സ് പ്രസന്റ് ഇൻ കിഡ്നി. ഇമ്പോർട്ടന്റ് ആണ് അൾട്രാ ഫിൽട്ടേഴ്സ് പ്രസന്റ് ഇൻ കിഡ്നി. കിഡ്നിയുടെ അകത്തുള്ള അൾട്രാ ഫിൽട്ടേഴ്സ് എന്ന് അറിയപ്പെടുന്നത്, നമ്മൾ ചായയൊക്കെ അരിക്കൂലേ അരിപ്പ, അതേപോലെ കിഡ്നിയിലുള്ള അരിപ്പകളുടെ പേരെന്താന്ന് വെച്ചാല് നെഫ്രോൺ. നെഫ്രോണിന്റെ ഫുൾ പടമാണ് നമ്മൾ നേരത്തെ കണ്ടത്. ഇനി ദ ഡബിൾ വാൾഡ് കപ്പ് ഷേപ്ഡ് സ്ട്രക്ചർ പ്രസന്റ് അറ്റ് വൺ എൻഡ് ഓഫ് ദി നെഫ്രോൺ. നെഫ്രോണിന്റെ ഒരറ്റത്തായിട്ട് കാണുന്ന ഡബിൾ വാൾഡ് കപ്പ് ഷേപ്ഡ് സ്ട്രക്ചറിനെ വിളിക്കുന്നത് ബൗമാൻസ് കാപ്സ്യൂൾ. അപ്പൊ ഡബിൾ വാൾഡ് കപ്പ് ഷേപ്ഡ് സ്ട്രക്ചറിനെ വിളിക്കുന്നത് ബൗമാൻസ് കാപ്സ്യൂൾ. മൈന്യൂട്ട് നെറ്റ്വർക്ക് ഓഫ് മൈന്യൂട്ട് കാപ്പിലറീസ് പ്രസന്റ് ഇൻ ബൗമാൻസ് കാപ്സ്യൂൾ. ബൗമാൻസ് കാപ്സ്യൂളിന്റെ അകത്തുള്ള ഒരു കൂട്ടം ബ്ലഡ് കാപ്പിലറീസിനെ വിളിക്കുന്നത് ഗ്ലോമെറുലസ്. ഗ്ലോമെറുലസ്. ഇനി ബ്ലഡ് വെസൽ വിച്ച് ക്യാരീസ് ബ്ലഡ് ടു കാപ്പിലറി നെറ്റ്വർക്ക്. ഗ്ലോമറുലസിലേക്ക് ബ്ലഡ് കൊണ്ടുപോകുന്ന ബ്ലഡ് വെസൽ അഫറന്റ് വെസൽ, അവിടെ നിന്ന് തിരിച്ച് ബ്ലഡിനെ കൊണ്ടുവരുന്നത് ഇഫറന്റ് വെസൽ. The long tubule which connects Bowman's capsule and collecting duct. Bowman's capsuleനെയും കളക്ടിംഗ് ഡക്റ്റിനെയും കണക്ട് ചെയ്യുന്ന വലിയ ട്യൂബ് ഇങ്ങനെ പോയിട്ടില്ലേ, യു പോലെ പോയിട്ട് ഇങ്ങനെ പോയിട്ട് കളക്ടിംഗ് ഡക്റ്റിനെ കണക്ട് ചെയ്യുന്ന ഇവിടം വരെയുള്ള പാർട്ടിന്റെ പേര് എന്തെന്നാ? റീനൽ ട്യൂബ്യൂൾ. The part where renal tubules enter collects urine and carries to pelvis. അപ്പോ യൂറിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഏറ്റവും അറ്റത്തുള്ള റീനൽ ട്യൂബ്യൂളിന്റെ അറ്റത്തുള്ള ഭാഗം അത് യൂറിനെ കളക്ട് ചെയ്ത് വെച്ചിട്ട് പെൽവിസിലേക്ക് കൊണ്ടുപോകും. ആ പാർട്ടിന്റെ പേര് എന്താണ്? കളക്ടിംഗ് ഡക്റ്റ്. അപ്പൊ ഓർത്ത് വെക്കുക, പാർട്സും ഫങ്ഷൻസും ഓർത്ത് വെക്കണം. ചിലപ്പോ ഇവിടെ ബ്ലാങ്ക് തരും, എന്നിട്ട് നിങ്ങൾക്ക് ഇത് തന്നിട്ട് എഴുതാനായിട്ട് പറയും. 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാം, 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ടും വരാം. അപ്പോ ശ്രദ്ധിച്ച് പഠിക്കണം, ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇനി അടുത്തത് നോക്കാം നമുക്ക്. നെയിം ദ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് കിഡ്നി. കിഡ്നിയുടെ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് എന്നറിയപ്പെടുന്നത് എന്തിനെയാണ്? നെഫ്രോണിനെ. നെഫ്രോൺ ആണ് ഏറ്റവും പ്രൈമറി ആയിട്ടുള്ളത്. ആ നെഫ്രോൺ ഉണ്ടെങ്കിലേ നമുക്ക് യൂറിൻ ഫോം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ആ നെഫ്രോൺസ് കുറെ ലക്ഷക്കണക്കിന് നെഫ്രോൺസ് ഓരോ കിഡ്നിയിലും ഉണ്ടാവും. അപ്പൊ കിഡ്നിയുടെ ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഏതാന്ന് വെച്ചാല് നെഫ്രോൺസിനെ പറയാം. നെക്സ്റ്റ് നോക്കാം, നെയിം ദ മേജർ ഓർഗൻസ് ഓഫ് എക്സ്ക്രീഷൻ ഇൻ ഹ്യൂമൻസ്. ഹ്യൂമൻസിൽ ഹെൽപ്പ് ചെയ്യുന്ന വേറെ കുറെ ഓർഗൻസ് ഉണ്ടല്ലേ, എക്സ്ക്രീഷന് ഹെൽപ്പ് ചെയ്യുന്ന വേറെ കുറെ ഓർഗൻസ് ഉണ്ട്. ഏതൊക്കെയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. കിഡ്നി ഉണ്ട്, ലങ്സ് ഉണ്ട്, സ്കിൻ ഉണ്ട്,
ലിവർ ഉണ്ട്. അപ്പൊ കിഡ്നി, ലങ്സ്, സ്കിന്ന്, ലിവർ ഒക്കെ വഴിയാണ് നമ്മളുടെ ബോഡിയിൽ ആവശ്യമില്ലാത്ത വേസ്റ്റിനൊക്കെ നമ്മൾ എക്സ്പെൽ ചെയ്ത് കളയാം. ഇനി അടുത്തത് നോക്കാം. ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ടാണ് വേഗം പറഞ്ഞു പോയത്. ഇനി അടുത്തത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. 3 മാർക്ക് 4 മാർക്ക് ക്വസ്റ്റ്യൻസ് വരെയും ചോദിക്കാം. ആദ്യത്തത് നോക്കുക. എക്സ്പ്ലെയിൻ ദ പ്രോസസ് ഓഫ് യൂറിൻ ഫോർമേഷൻ. യൂറിൻ ഫോർമേഷനെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞേക്കണേ. അപ്പൊ നമുക്കറിയാം ഒരു 3 സ്റ്റെപ്സ് ആയിട്ട് യൂറിൻ ഫോർമേഷൻ പഠിച്ചിട്ടുണ്ട്. ആദ്യത്തത് അൾട്രാ ഫിൽട്രേഷൻ അല്ലെങ്കിൽ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ എന്ന് പേരിട്ട് വിളിച്ചു. ബ്ലഡ് ഈസ് ഫിൽട്ടേർഡ് ഇൻ ദ ഗ്ലോമറുലസ് ടു ഫോം ഫിൽട്രേറ്റ്. ബ്ലഡ് ഗ്ലോമറുലസിൽ ഫിൽട്രേറ്റ് ചെയ്യാം, എന്നിട്ട് ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ഉണ്ടാവും. എന്തുണ്ടാവും? ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ഉണ്ടാവുന്നതിനെയാണ് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ എന്ന് പറയാം. അടുത്തത് റീഅബ്സോർപ്ഷൻ. യൂസ്ഫുൾ സബ്സ്റ്റൻസസ് ലൈക്ക് ഗ്ലൂക്കോസ് ആൻഡ് വാട്ടർ ആർ റീഅബ്സോർബ്ഡ്. ആവശ്യമുള്ള സാധനങ്ങളെ വലിച്ചെടുത്ത് വെക്കുക, അതിനെയാണ് റീഅബ്സോർപ്ഷൻ എന്ന് പറയാം. അടുത്തത് സെക്രീഷൻ. വേസ്റ്റ് അയോൺസ് ആൻഡ് എക്സസ് സോൾട്ട്സ് ആർ സെക്രീറ്റഡ് ഇൻടു ദി ട്യൂബ്യൂൾ. റീനൽ ട്യൂബ്യൂൾസിലേക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ സെക്രീറ്റ് ചെയ്യുക, പുറത്തേക്ക് കളയുക. ദ ഫിൽട്രേറ്റ് ബിക്കംസ് യൂറിൻ. എന്നിട്ട് അവിടെ അടിഞ്ഞു കൂടിക്കെടുക്കുന്ന ആവശ്യമില്ലാത്ത സാധനങ്ങൾ യൂറിൻ ആയിട്ട് മാറും. പാസസ് ടു യൂറിനറി ബ്ലാഡർ. എന്നിട്ട് അത് യൂറിനറി ബ്ലാഡറിലേക്ക് പോകും. അത്രയും കാര്യങ്ങളാണ് യൂറിൻ ഫോർമേഷൻ പറയുന്നത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് വരുന്നതാണ്. എല്ലാ എക്സാമിനും നിങ്ങൾ കാണാൻ പോകുന്നത് ഇതിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പൊ ശ്രദ്ധിച്ച് പഠിക്കുക കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഹൗ ഡസ് ഹീമോഡയാലിസിസ് ഹെൽപ്പ് ഇൻ കിഡ്നി പേഷ്യൻസ്? നമുക്കറിയാം കിഡ്നി പ്രവർത്തിക്കുന്നില്ല, കിഡ്നി ഫിൽട്രേഷൻ കറക്റ്റ് ആയിട്ട് നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മെഡിക്കൽ അസിസ്റ്റൻസ് തേടുന്ന ഒരു പ്രയോഗത്തിനെ അല്ലെങ്കിൽ ഒരു രീതിയെയാണ് ഹീമോഡയാലിസിസ് എന്ന് പറയാം. അതെങ്ങനെയാണ് കിഡ്നി പേഷ്യൻസിനെ ഹെൽപ്പ് ചെയ്യാന്നാണ് നോക്കാൻ പോണേ. ബ്ലഡ് ഈസ് പാസ് ത്രൂ എ ഡയാലിസിസ് മെഷീൻ. ബ്ലഡ് ഡയാലിസിസ് മെഷീനിൽ കൂടി പാസ് ചെയ്യും. വേസ്റ്റ് മെറ്റീരിയൽസ് ഡിഫ്യൂസസ് ത്രൂ സെലക്ടീവ്ലി പെർമിയബിൾ മെംബ്രെയിൻ. ഞാൻ പറഞ്ഞിരുന്നു അവിടെ ഉപയോഗിക്കുന്ന ട്യൂബ്സ് അല്ലെ, ഡയാലിസിസ് യൂണിറ്റിൽ ഉപയോഗിക്കുന്ന കുറെ ട്യൂബ്സ് ഉണ്ട്. അവര് സെലക്ടീവ്ലി പെർമിയബിൾ ആയിരിക്കും. അതായത് എല്ലാ സാധനങ്ങളെയും എല്ലാ സബ്സ്റ്റൻസസിനെയും അകത്തേക്കും പുറത്തേക്കും ഒന്നും കടത്തി വിടാത്ത ചില ആൾക്കാരെ മാത്രം സെലക്ട് ചെയ്ത് കയറ്റുന്ന സെലക്ടീവ്ലി പെർമിയബിൾ മെംബ്രെയിൻസ് ആയിരിക്കും. അപ്പൊ മെറ്റീരിയൽസ് ഡിഫ്യൂസ് ത്രൂ സെലക്ടീവ്ലി പെർമിയബിൾ മെംബ്രെയിൻ ഇൻ ടു ദ ഡയാലിസിസ് ഫ്ലൂയിഡ്. എന്നിട്ട് അത് ഡയാലിസിസ് ഫ്ലൂയിഡിലേക്ക് പോകും. പ്യൂരിഫൈയിങ് ദ ബ്ലഡ്. അങ്ങനെയാണ് ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യാന്ന്. അതായത് ബ്ലഡിൽ ആവശ്യമില്ലാത്ത വേസ്റ്റിനെ കളയാ. യൂറിൻ ഫോം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ആവശ്യമില്ലാത്ത വേസ്റ്റിനെ പുറത്താക്കാന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയാണ് പേഷ്യൻസിനെ, കിഡ്നി പേഷ്യൻസിനെ ഡയാലിസിസ് ഹെൽപ്പ് ചെയ്യണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് പ്രിക്കോഷൻസ് ഹെൽപ്പ് മെയിൻറ്റെയിൻ കിഡ്നി ഹെൽത്ത്? കിഡ്നി ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം നോക്കാം. ഡ്രിങ്ക് ഇനഫ് വാട്ടർ. വെള്ളം നന്നായിട്ട് കുടിക്കുക. അവോയ്ഡ് ഹോൾഡിംഗ് യൂറിൻ ഫോർ ലോങ് ടൈം. ചിലവരുണ്ടാവൂലെ, ചില കുട്ടികൾ രാവിലെ വീട്ടിൽ നിന്ന് ബാത്റൂമിൽ പോയി കഴിക്കും, പിന്നെ വൈകിട്ടായിരിക്കും പോണത്. അപ്പൊ അതേപോലെ യൂറിനെ അധികം നേരം ഹോൾഡ് ചെയ്ത് നിർത്താണ്ടിരിക്കുക. അവോയ്ഡ് ആൽക്കഹോൾ ആൻഡ് എക്സസ് സോൾട്ട്. ആൽക്കഹോൾ അവോയ്ഡ് ചെയ്യുക, അതേപോലെ കൂടുതലായിട്ടുള്ള സോൾട്ടിന്റെ യൂസ് കുറയ്ക്കുക. പ്രിവെന്റ് ഇൻഫെക്ഷൻസ് ത്രൂ ഹൈജീൻ. വൃത്തിയില്ലായ്മയിലൂടെ വരുന്ന അസുഖങ്ങളെ കുറെയൊക്കെ കുറയ്ക്കുക. അതായത് വൃത്തിയായിട്ട് നടക്കാന്ന്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ഹൗ ഈസ് ദ സ്ട്രക്ചർ ഓഫ് നെഫ്രോൺസ് സ്യൂട്ടഡ് ഫോർ എക്സ്ക്രീഷൻ? എക്സ്ക്രീഷന് വേണ്ടി എങ്ങനെയാണ് നെഫ്രോണിന്റെ സ്ട്രക്ചർ സ്യൂട്ടബിൾ ആവണമെന്ന് നോക്കുക. ദ ഗ്ലോമറുലാർ ഫിൽട്ടേഴ്സ് blood under pressure. The tubule reabsorbs needed materials and secretes waste. അതായത് ആദ്യം തന്നെ ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ഉണ്ടാവും, എന്നിട്ട് അവിടെ ഒരു പ്രഷർ ഒക്കെ ഉണ്ടാവും. നമ്മൾ പഠിച്ചതാണ്. ആ എഫറന്റ് വെസലിന്റെയും ഇഫറന്റ് വെസലിന്റെയും ഡയാമീറ്റേഴ്സിൽ ഉണ്ടാവുന്ന വ്യത്യാസം അവിടെ നല്ല ഹൈ പ്രഷർ ഉണ്ടാവാനായിട്ട് സഹായിക്കും. അങ്ങനെ ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ഉണ്ടാവും. എന്നിട്ട് ആവശ്യമുള്ള സാധനങ്ങളെ വലിച്ചെടുക്കും, ആവശ്യമില്ലാത്തവരെ വേസ്റ്റ് ആക്കി കളയും. ഇറ്റ്സ് ഡിസൈൻ എൻഷുവേഴ്സ് എഫക്റ്റീവ് ഫിൽട്രേഷൻ ആൻഡ് യൂറിൻ ഫോർമേഷൻ. അങ്ങനെയാണ് എഫക്റ്റീവ് ആയിട്ടുള്ള ഫിൽട്രേഷനും അതേപോലെ യൂറിനെ ഫോം ചെയ്യാനും നെഫ്രോൺസ് ഹെൽപ്പ് ചെയ്യുന്നത്. നെക്സ്റ്റ് നോക്കുക. If CO2 is not eliminated from the body, what will happen? കാർബൺ ഡയോക്സൈഡ് നമ്മളുടെ ബോഡിയിൽ നിന്ന് കളയുന്നില്ല. റെസ്പിറേഷൻ പഠിച്ചതാണ്, കാർബൺ ഡയോക്സൈഡിനെ കളയുന്നു. ഇനി കളയുന്നില്ല എന്ന് വിചാരിക്കുക, കളഞ്ഞില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നാണ് ക്വസ്റ്റ്യൻ. CO2 accumulation leads to blood acidity. അപ്പൊ CO2 പോണില്ലാണ്ടെങ്കിൽ ബ്ലഡിൽ ഇങ്ങനെ CO2 കുറെ കെട്ടിക്കിടക്കും. അപ്പൊ അത് ബ്ലഡിലെ അസിഡിറ്റി കൂട്ടും. അതായത് pH വാല്യൂ കുറയും, നമ്മുടെ ബോഡിയിലുള്ള pH കുറയും. അഫക്റ്റിംഗ് എൻസൈം ഫംഗ്ഷൻ. എൻസൈംസിന് മര്യാദയ്ക്ക് റിയാക്ഷൻസിനെ സ്പീഡപ്പ് ചെയ്യാനൊന്നും പറ്റൂല. ഡിസ്റ്റർബിംഗ് ഹോമിയോസ്റ്റാസിസ്. അപ്പൊ ഹോമിയോസ്റ്റാസിസ് അവിടെ തെറ്റും. ഹോമിയോസ്റ്റാസിസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം
കീപ്പിംഗ് ഇന്റേണൽ എൻവയോൺമെന്റ് കോൺസ്റ്റന്റ്. നമ്മുടെ ശരീരത്തിന്റെ അകത്തുള്ള കണ്ടീഷൻസിനൊക്കെ കോൺസ്റ്റന്റ് ആയിട്ട് നിർത്തുന്ന അവസ്ഥയാണ് ഹോമിയോസ്റ്റാസിസ്. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്ത് കളഞ്ഞില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഹോമിയോസ്റ്റാസിസും പറ്റും, വിച്ച് ക്യാൻ കോസ് റെസ്പിറേറ്ററി ഫെയിലിയർ. അപ്പൊ റെസ്പിറേറ്ററി ഫെയിലിയർ ഉണ്ടാവും. ഇത് നമ്മ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് കേട്ടോ. അത് എക്സ്ക്രീഷനിൽ ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. ഈ ക്വസ്റ്റ്യനും കൂടി നോട്ട് ചെയ്ത് വെക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വൈ ഈസ് ഡയാലിസിസ് ഫ്ലൂയിഡ് ചേഞ്ച്ഡ് പീരിയോഡിക്കലി ഇൻ ദ ഡയാലിസിസ് മെഷീൻ? എന്തിനാണ് ഡയാലിസിസ് മെഷീനിലുള്ള ഫ്ലൂയിഡ് ഇടയ്ക്കിടക്ക് ചേഞ്ച് ചെയ്യുന്നത്? അത് എപ്പോഴും അങ്ങനെ തന്നെ വെച്ചാൽ പോരെ? ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? എപ്പോഴെപ്പോഴും എന്തിനാണ് ഡയാലിസിസ് ഫ്ലൂയിഡ് ചേഞ്ച് ചെയ്യുന്നത് എന്നാണ് ഇതിൽ നോക്കാൻ പോകുന്നത്. അപ്പൊ ആൻസർ നോക്കാം. ബിക്കോസ് ഇറ്റ് ബിക്കംസ് സാച്ചുറേറ്റഡ് വിത്ത് വേസ്റ്റ് മെറ്റീരിയൽസ് ഡിഫ്യൂസ് ഫ്രം വൺസ് ബ്ലഡ്. അതായത് ബ്ലഡിൽ നിന്നും വരുന്ന വേസ്റ്റ് അതിൽ ഡിഫ്യൂസ് ആയി കഴിഞ്ഞാൽ പിന്നെ അത് വേസ്റ്റ് ഉള്ള ഫ്ലൂയിഡ് ആയല്ലേ. അപ്പൊ വീണ്ടും നമ്മ അത് തന്നെ യൂസ് ചെയ്താൽ ഈ ബ്ലഡ് തന്നെ, വേസ്റ്റ് ഉള്ള ബ്ലഡ് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും. പ്യൂർ ആയിട്ടുള്ള ബ്ലഡ് കിട്ടൂല. റീപ്ലേസിങ് ഇറ്റ് എൻഷുവേഴ്സ് കണ്ടിന്യൂസ് പ്യൂരിഫിക്കേഷൻ. അപ്പൊ അത് റീപ്ലേസ് ചെയ്യുമ്പോ, മാറ്റുമ്പോ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് നോക്കുക. Why is ammonia converted into urea in humans instead of being directly excreted? എന്തുകൊണ്ടാണ് അമോണിയനെ യൂറിയ ആക്കിയിട്ട് മാറ്റിയിട്ട് എക്സ്ക്രീറ്റ് ചെയ്യണത്? അമോണിയ ആക്കിയിട്ട് തന്നെ എക്സ്ക്രീറ്റ് ചെയ്താൽ പോരെ എന്നാണ് ചോദിക്കണേ. അമോണിയ ഈസ് ഹൈലി ടോക്സിക്. അമോണിയ എങ്ങനെയാണ്? ഭയങ്കര ടോക്സിക് ആണ്. ആൻഡ് റിക്വയേഴ്സ് ലാർജ് എമൗണ്ട് ഓഫ് വാട്ടർ. അവർക്ക് എക്സ്പെൽ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ കുറെ വെള്ളം വേണം. കൺവേർട്ടിംഗ് ഇറ്റ് ടു യൂറിയ ഇൻ ലിവർ റെഡ്യൂസസ് ടോക്സിസിറ്റി. അപ്പൊ എന്ത് ചെയ്യും? യൂറിയ ആക്കി മാറ്റുമ്പോ, ലിവറിൽ വെച്ചിട്ട് യൂറിയ ആക്കി മാറ്റുമ്പോ അതിന്റെ ടോക്സിസിറ്റി കുറയും. ടോക്സിക് ആയിട്ടുള്ള സാധനം കുറച്ച് ടോക്സിസിറ്റി കുറയും. ആൻഡ് കൺസേർവ്സ് വാട്ടർ. യൂറിയക്ക് അത്രയും വെള്ളം വേണ്ടാന്ന്. അവർക്ക് പുറത്തു പോകാനായിട്ട്, യൂറിയക്ക് എക്സ്പെൽ ചെയ്ത് പോകാനായിട്ട് വെള്ളം അത്രയ്ക്ക് വേണ്ടി വരില്ല. ആൻഡ് എവല്യൂഷണറി അഡാപ്റ്റേഷൻ ഫോർ ടെറസ്ട്രിയൽ ലൈഫ്. അപ്പൊ നമ്മളുടെ ദൈനംദിനമുള്ള അല്ലെങ്കിൽ നമ്മളുടെ നോർമൽ ആയിട്ടുള്ള ജീവന് നല്ലത് എപ്പോഴും അമോണിയ യൂറിയ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ്. എല്ലാവരുടെ ബോഡിയിലും അത് അങ്ങനെ തന്നെയായിരിക്കും നടക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെയിം ദ ഡിസീസ് ദാറ്റ് മേ കോസ് ഡ്യൂ ടു അബ്നോർമൽ എമൗണ്ട് ഓഫ് ഗ്ലൂക്കോസ് ആൻഡ് കാൽഷ്യം ഓക്സലേറ്റ് ക്രിസ്റ്റൽസ്. കാൽഷ്യത്തിന്റെ ഗ്ലൂക്കോസിന്റെ അളവാണ് നമ്മളുടെ ബോഡിയിൽ കുറയുന്നതെന്ന് വിചാരിക്കാം. അപ്പോ അതിലുണ്ടാവുന്ന രോഗം ഏതാണ് ഗ്ലൂക്കോസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഷുഗർ, ഡയബറ്റീസ്. നമ്മൾ കോമൺലി പറയുന്ന ഷുഗർ, ഡയബറ്റീസ്. ഇനി അടുത്ത ഒരെണ്ണം കൂടി ഉണ്ട്, കാൽഷ്യം ഓക്സലേറ്റ് ക്രിസ്റ്റൽസ്. കാൽഷ്യം ഓക്സലേറ്റ് ക്രിസ്റ്റൽസ് നോർമൽ അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നു ക്രിസ്റ്റൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്ല്. അപ്പൊ കിഡ്നിയിൽ കല്ല് വരും, കിഡ്നി സ്റ്റോൺ വരും. കാൽഷ്യം ഓക്സലേറ്റ് ക്രിസ്റ്റൽസ് ആണ് അബ്നോർമൽ ആവുന്നെന്നുണ്ടെങ്കിൽ കിഡ്നി സ്റ്റോൺ ആയിരിക്കും വരിക. നെക്സ്റ്റ് നോക്കുക. വാട്ട് ഈസ് മിക്ചുറിഷൻ? വാട്ട് ആർ ദ മേജർ കമ്പോണൻസ് ഓഫ് യൂറിൻ? മിക്ചുറിഷൻ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. മിക്ചുറിഷൻ നമ്മൾ ക്ലാസ്സിൽ എടുത്തപ്പോ പറഞ്ഞതാണ്. യൂറിൻ ഫോർമേഷന്റെ വേറെ പേരാണ് മിക്ചുറിഷൻ. അപ്പൊ നോക്കുക. മിക്ചുറിഷൻ ഈസ് ദ പ്രോസസ് ഓഫ് യൂറിനേഷൻ. യൂറിൻ കളയുന്നതിനെ, യൂറിനെ എക്സ്പെൽ ചെയ്ത് കളയുന്നതിനെയാണ് എന്തെന്ന് പറയാ? മിക്ചുറിഷൻ. ഇനി യൂറിനിലെ കമ്പോണൻസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. വാട്ടർ, യൂറിയ, സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്, കാൽഷ്യം സോൾട്ട്, ഫോസ്ഫേറ്റ്, യൂറിക് ആസിഡ്, ക്രിയാറ്റിൻ എക്സെട്ര. ഒരു 5 എണ്ണമെങ്കിലും പഠിച്ചു വെക്കാം. വാട്ടറിനെ യൂറിയനെ ഒന്നും ഒഴിവാക്കരുത് ട്ടാ. അവരാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളവര്, അവരെ ഒഴിവാക്കരുത്. അപ്പൊ മിക്ചുറിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറിനേഷനെ പറയുന്ന വേറെ പേരാണ് മിക്ചുറിഷൻ. നെക്സ്റ്റ് നോക്കുക. വാട്ട് ആർ ലെന്റിസെൽസ്? ലെന്റിസെൽസ് എന്താണ്? നമ്മൾ റെസ്പിറേഷൻ പഠിച്ചപ്പോ പഠിച്ചതാണ്. അപ്പൊ ജസ്റ്റ് ഒന്ന് ഈ പിക്ചർ കണ്ടിട്ടുണ്ടാവും എല്ലാവരും. ഇതിൽ സ്റ്റൊമാറ്റ് എന്താണ്, ലെന്റിസെൽ എന്താണ്, അതേപോലെ റൂട്ട് സെൽസ് എന്താണെന്നൊക്കെ പറയുന്നുണ്ട്. നമ്മളുടെ ക്വസ്റ്റ്യൻ ലെന്റിസെൽസ് എന്താ, അതിനെവിടെയാ കാണാന്ന്. സ്മോൾ പോഴ്സ് ഓൺ ദി മെച്യൂർ സ്റ്റെംസ് ആൻഡ് റൂട്ട്സ്. മെച്യൂർ ആയിട്ടുള്ള സ്റ്റെംസിലും റൂട്ട്സിലും കാണുന്ന ചെറിയ പോറുകളെ, ചെറിയ ഓട്ടകളെയാണ് ലെന്റിസെൽസ് എന്ന് പറയാം. ഇനി നെക്സ്റ്റ് നോക്കുക. ഗീവ് റീസൺസ് ഫോർ ഈച്ച് ഓഫ് ദി ഫോളോയിങ്. കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് കൊടുത്തിട്ടുണ്ട്, അതിനുള്ള റീസൺസ് കൊടുക്കാനാണ് പറഞ്ഞേക്കണേ. എ നോക്കുക. ഗ്ലൂക്കോസ് ആൻഡ് അമിനോ ആസിഡ്സ് ആർ നോട്ട് പ്രസന്റ് ഇൻ യൂറിൻ. എന്തുകൊണ്ടാണ് ഗ്ലൂക്കോസും അമിനോ ആസിഡ്സ് ഒന്നും യൂറിൻ ഇല്ലാത്തതെന്നാണ് നമ്മളിവിടെ എഴുതാനുള്ളത്. എസെൻഷ്യൽ മെറ്റീരിയൽസ് സച്ച് ആസ് ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്സ് എക്സെട്ര ഫോംഡ് ഫ്രം ആഫ്റ്റർ അൾട്രാ ഫിൽട്രേഷൻ ആർ റീഅബ്സോർബ്ഡ്. അതായത് നമ്മ അൾട്രാ ഫിൽട്രേഷൻ കഴിഞ്ഞ് റീഅബ്സോർബ് ചെയ്യുമ്പോൾ ഗ്ലൂക്കോസും അമിനോ ആസിഡും ഒക്കെ വലിച്ചെടുക്കും. ബോഡിയിൽ ആവശ്യമുള്ളതല്ലേ, എസെൻഷ്യൽ അല്ലേ, ആവശ്യമുള്ളതല്ലേ, അവരെ വലിച്ചെടുക്കും.
സോ ദാറ്റ് ദേ ആർ നോട്ട് പ്രസന്റ് ഇൻ യൂറിൻ. അതുകൊണ്ട് അവരെ യൂറിനിൽ കാണാനായിട്ട് പറ്റൂല. ഇനി അടുത്തത് നോക്കാം. ഡിഫറൻസ് ഇൻ ദ ഡയാമീറ്റേഴ്സ് ഓഫ് അഫറന്റ് വെസൽ ആൻഡ് എഫറന്റ് വെസൽ ഹെൽപ്സ് ഇൻ അൾട്രാഫിൽട്രേഷൻ. അപ്പൊ ഡയാമീറ്റേഴ്സ്, അഫറന്റ് വെസലിന്റെയും ഡിഫറന്റ് വെസലിന്റെയും ഡയാമീറ്റേഴ്സിനുള്ള ഡിഫറൻസ് അൾട്രാഫിൽട്രേഷന് ഹെൽപ്പ് ചെയ്യും, അല്ലെങ്കിൽ ഗ്ലോമറുലാർ ഫിൽട്രേഷന് ഹെൽപ്പ് ചെയ്യും. അതെങ്ങനെയാന്ന് നോക്കാം. അഫറന്റ് വെസൽ ഈസ് ലാർജർ ഇൻ ഡയാമീറ്റർ. ബ്ലഡ് കയറി പോകുന്ന ട്യൂബ് കുറച്ച് വലുതായിരിക്കും, ഡയാമീറ്റർ കൂടുതലായിരിക്കും. ദാൻ എഫറന്റ് വെസൽ, എഫറന്റ് വെസലിനേക്കാൾ കുറച്ച് വലുതായിരിക്കും. This is to provide for the increased blood pressure in the glomerulus for ultrafiltration take place. അത് അങ്ങനെ കൺസ്ട്രക്ട് ചെയ്തേക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെയുള്ളത് നമ്മളുടെ ഫിൽട്രേഷൻ, അൾട്രാ ഫിൽട്രേഷൻ നല്ല രീതിയിൽ ഗ്ലോമറുലസിൽ നടക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ് പറയുന്നത്. അപ്പൊ നോക്കി വെക്കുക, അഫറന്റ് വെസലിന്റെയും ഇഫറന്റ് വെസലിന്റെയും ഡയാമീറ്ററിലുള്ള ഡിഫറൻസിലുള്ള ഫീച്ചേഴ്സ് എന്താ, അല്ലെങ്കിൽ പ്രത്യേകത എന്താന്ന് നോക്കി വെക്കുക. ഇനി നെക്സ്റ്റ് നോക്കുക. In the case of kidney failure, blood is purified by passing through artificial kidneys. അപ്പൊ ആർട്ടിഫിഷ്യൽ കിഡ്നീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉദ്ദേശിച്ചേക്കുന്നത് സിമ്പിൾ ആണ്, നമ്മൾ മെഷീൻസ് യൂസ് ചെയ്തിട്ട് ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യാം. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദിസ് പ്രോസസ്? ഈ പ്രോസസ്സിന് എന്താ പറയാ? ഹീമോഡയാലിസിസ്. നേരത്തെ പറഞ്ഞതാണ്, അതുകൊണ്ട് ഇനി അധികം എക്സ്പ്ലെയിൻ ചെയ്യണില്ല. നെയിം ദ കെമിക്കൽ സബ്സ്റ്റൻസ് യൂസ് ഹിയർ. അപ്പോ ബ്ലഡിനെ നമ്മൾ ആ ഡയാലിസിസ് യൂണിറ്റിലേക്ക് കടത്തി വിടുമ്പോ അതിന്റെ ഒപ്പം ഒരു കെമിക്കൽ ആഡ് ചെയ്യും എന്ന് പറഞ്ഞിരുന്നു, കൊയാഗുലേഷൻ തടയാനായിട്ട്. അപ്പൊ ഹെപ്പാരിൻ ആണ് ആ കെമിക്കൽ. ഇനി നോക്കാം. റൈറ്റ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദിസ് കെമിക്കൽ സബ്സ്റ്റൻസ്. എന്തിനാണ് ഈ സബ്സ്റ്റൻസ് ഇടണത്? ഹെപ്പാരിൻ ഈസ് ആൻ ആന്റി കൊയാഗുലന്റ് which prevents clotting of blood. ആന്റി കൊയാഗുലന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ട പിടിക്കൽ തടയാനുള്ള സംഭവമാണ്. അപ്പൊ ഹെപ്പാരിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡിനെ കട്ട പിടിക്കാതിരിക്കാൻ സഹായിക്കുന്ന ഒരു സബ്സ്റ്റൻസ് ആണ്. അതുകൊണ്ട് ബ്ലഡിനെ കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടി മെഷീനിൽ കൂടി കടത്തി വിടല്ലേ, അപ്പൊ കട്ട പിടിക്കാൻ പാടില്ല. നമ്മളുടെ ബോഡിയിലുള്ള കണ്ടീഷൻസ് എല്ലാം മെഷീൻസിലുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ബ്ലഡ് കട്ട പിടിക്കാൻ പാടില്ല. ഇപ്പൊ ബ്ലഡ് കട്ട പിടിക്കാണ്ടിരിക്കാനാണ് ഹെപ്പാരിൻ എന്ന് പറഞ്ഞിട്ടുള്ള കോമ്പൗണ്ട് അല്ലെങ്കിൽ കെമിക്കൽ സബ്സ്റ്റൻസ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഏത് പ്രോസസ്സിൽ? ഹീമോഡയാലിസിസിൽ. ഹീമോഡയാലിസിസ് എപ്പോഴാണ് നടത്തുക? കിഡ്നീസ് ഫെയിലിയർ ആവുമ്പോ, അതായത് ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യാൻ പറ്റാണ്ടിരിക്കുമ്പോ യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് ഹീമോഡയാലിസിസ്. നെക്സ്റ്റ് നോക്കുക. നെയിം ദ പ്രോസസ് ഓഫ് യൂറിൻ ഫോർമേഷൻ ദാറ്റ് ടേക്ക് പ്ലേസ് ഇൻ ദ പാർട്ട് ലാബൽഡ് ആസ് എക്സ്. എക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പാർട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ നടക്കുന്ന പ്രോസസ് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഏതാണ്? അൾട്രാ ഫിൽട്രേഷൻ അല്ലേ ഗ്ലോമറുലസിൽ നടക്കുന്നത്? അൾട്രാ ഫിൽട്രേഷൻ ഓഫ് ബ്ലഡ് അല്ലെങ്കിൽ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ അങ്ങനെ പറയാ. അൾട്രാ ഫിൽട്രേഷൻ എന്ന് പറയാ. ഗ്ലോമറുലസിൽ നടക്കുന്നത് കൊണ്ട് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ എന്നും പറയാം. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് എക്സ് ദാറ്റ് ഹെൽപ്സ് ഇൻ ദിസ് പ്രോസസ്? എക്സ് എന്ന് പറഞ്ഞാൽ ഗ്ലോമറുലസ്. എങ്ങനെയാണ് ഈ പ്രോസസ്സിൽ ഈ ഹെൽപ്പ് ചെയ്യുന്നത് നോക്കാം. ഗ്ലോമറുലസ് വാൾ ഈസ് വെരി തിൻ. ഗ്ലോമറുലസിന്റെ വാള് ഭയങ്കര തിന്നായിരിക്കും. ആൻഡ് പോറസ്, അവിടെ കുറെ ഓട്ടകൾ ഉണ്ടാവും. ദ ഡിഫറൻസ് ഇൻ ദ ഡയാമീറ്റർ ഓഫ് അഫറന്റ് വെസൽ ആൻഡ് എഫറന്റ് വെസൽസ് ഇൻക്രീസ് ദ പ്രഷർ ദർ. അപ്പൊ അഫറന്റ് വെസലിന്റെയും ഇഫറന്റ് വെസലിന്റെയും പ്രഷർ, അതായത് ഡയാമീറ്റർ കൂടുമ്പോ അല്ലെങ്കിൽ വ്യത്യാസം ഉള്ളപ്പോ അവിടുത്തെ പ്രഷർ കൂടും. അങ്ങനെയാണ് അവിടെ ഫിൽട്രേറ്റ് ഉണ്ടാവാനായിട്ട് ഗ്ലോമറുലസ് ഹെൽപ്പ് ചെയ്യുന്നത്. നെക്സ്റ്റ് നോക്കുക. Does the fluid form as a result of this process turn to urine completely? Why? ഇവിടെ ഉണ്ടാവുന്ന ഫിൽട്രേറ്റ് കഴിഞ്ഞ് ഒരു ഫ്ലൂയിഡ് ഉണ്ടാവും, യൂറിൻ ഉണ്ടാവും. അത് കംപ്ലീറ്റ് ആയിട്ട് യൂറിൻ ആയിട്ട് മാറും. അതായത് അവിടെ ഉണ്ടാവുന്ന ഫിൽട്രേറ്റിൽ നിന്നും കംപ്ലീറ്റ് സാധനവും കംപ്ലീറ്റ് കമ്പോണൻസും യൂറിൻ ആയിട്ട് മാറുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇല്ലെങ്കിൽ എന്തുകൊണ്ട്? അപ്പൊ നമുക്കറിയാം എല്ലാവരും ഒന്നും യൂറിൻ ആയിട്ട് മാറൂല. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ ഇല്ല, നോ. ഇനി എന്തുകൊണ്ട്? അവിടെ ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്, അതും കൂടെ എഴുതിയാലേ അതിന്റെ മാർക്ക് കിട്ടുള്ളൂ. മോസ്റ്റ് ഓഫ് എസെൻഷ്യൽ കമ്പോണൻസ് ആർ റീഅബ്സോർബ്. കുറെ സാധനങ്ങൾ അവര് തിരിച്ചു വലിച്ചെടുക്കുന്നുണ്ടല്ലേ. ബോഡിയിലേക്ക് ആവശ്യമുള്ള ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്, അങ്ങനെ കുറെ സാധനങ്ങളെ വലിച്ചെടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് യൂറിൻ കംപ്ലീറ്റ്ലി, അതായത് വലിച്ചെടുക്കുന്ന അല്ലെങ്കിൽ ഫിൽട്രേറ്റ് ആയിട്ട് മാറുന്നത് കംപ്ലീറ്റ് ആയിട്ട് യൂറിൻ ആയിട്ട് മാറാത്തത്. അടുത്തത് നോക്കുക. നെയിം ദ പോഴ്സ് പ്രസന്റ് അറ്റ് ടിപ്പ് ഓഫ് ദ ഗ്രാസ് ആൻഡ് ലീവ്സ് ടു എലിമിനേറ്റ് എക്സസ് വാട്ടർ. ചില ഗ്രാസിന്റെ ലീവ്സിന്റെ ഒക്കെ ടിപ്പില് ചെറിയ ചെറിയ ഓട്ടകൾ കാണും. അത് വാട്ടറിനെ എക്സ്പെൽ ചെയ്ത് കളയാനാണ്. അവരെ വിളിക്കുന്ന പേര് ഹൈഡാത്തോഡ്സ് എന്നതാണ്. ഹൈഡാത്തോഡ്സ് കണ്ടില്ലേ, ഇലയുടെ തുമ്പത്ത് ഇങ്ങനെ വെള്ളത്തുള്ളികൾ ഇങ്ങനെ ഇരിക്കേണ്ടാവും. വാട്ടറിനെ എക്സ്പെൽ ചെയ്ത് കളയാനുള്ള സ്ട്രക്ചേഴ്സിന്റെ പേര് ഹൈഡാത്തോഡ്സ്. വൺ വേർഡ് ആയിട്ട് വരും, നോക്കി വെക്കണം കേട്ടോ.
ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മെൻഷൻ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഡിസ്റ്റർബ് ദ ഹോമിയോസ്റ്റാസിസ് ഓഫ് ബോഡി. എങ്ങനെയാണ് ഹോമിയോസ്റ്റാസിസ്, നമ്മളുടെ ബോഡിയിലെ ഹോമിയോസ്റ്റാസിസ് തെറ്റാണ്? റോങ് ഫുഡ് ഹാബിറ്റ്സ്. ഫുഡ് ഹാബിറ്റ്സ് മാറാം. ഫുഡ് ഹാബിറ്റ്സ് മാറാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ആവാം, അല്ലെങ്കിൽ നമ്മൾ ഫുഡ് കഴിക്കുന്ന ടൈമിലുള്ള വ്യത്യാസമാവാം. ലാക്ക് ഓഫ് എക്സസൈസ്. കുറെ ഫുഡ് കഴിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല, എക്സസൈസും നല്ല പോലെ ചെയ്യണം. മെന്റൽ സ്ട്രെസ്. കുറെ പഠിക്കാനൊക്കെ ഉള്ളപ്പോ നിങ്ങൾക്ക് ഭയങ്കര ടെൻഷൻ ആയിരിക്കും അല്ലെ? ടെൻഷൻ അടിക്കേണ്ട ആവശ്യമുണ്ടോ? എല്ലാരും ഒന്നാന്ന് പഠിച്ചു കഴിഞ്ഞാൽ ടെൻഷൻ വേണ്ട, എക്സാം ആകുമ്പോഴല്ലേ ടെൻഷൻ വരാ. അപ്പൊ അങ്ങനെ ടെൻഷൻ കൂടിക്കഴിഞ്ഞാൽ ഹോമിയോസ്റ്റാസിസ് തെറ്റും. ഇനി ആൽക്കഹോളിസം. കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യേണ്ട ഒരു സാധനമാണ് ആൽക്കഹോളിസം. ആൽക്കഹോൾ കൺസംഷൻ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക. ലാക്ക് ഓഫ് ഹൈജീൻ. വൃത്തിയില്ലായ്മ. വൃത്തിയില്ലാണ്ടിരിക്കുക, കുളിക്കാണ്ടിരിക്കുക, നഖം വെട്ടാതിരിക്കുക, അല്ലെങ്കിൽ നഖം കടിച്ചുകൊണ്ടിരിക്കുക, കൈ വാഷ് ചെയ്യാതിരിക്കുക, അങ്ങനെ വൃത്തിയില്ലാണ്ടിരിക്കുന്നതിനെയാണ് ലാക്ക് ഓഫ് ഹൈജീൻ എന്ന് പറയുന്നത്. ഇംപ്രോപ്പർ യൂസ് ഓഫ് മെഡിസിൻസ്. കോണ്ടാക്ട് വിത്ത് ടോക്സിക് സബ്സ്റ്റൻസസ്. മെഡിസിൻസ് ഒക്കെ നമ്മ സ്വന്തമായിട്ട് പനി വരുമ്പോ പാരസെറ്റമോൾ പോരട്ടെ, ഡോളോ പോരട്ടെ, അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് വേണ്ടിയിട്ട് മരുന്ന് കഴിക്കും. എന്തെങ്കിലും അസുഖം വരുമ്പോ ഡോക്ടറിനെ ഒക്കെ കാണാണ്ടേ. അപ്പൊ അങ്ങനെയുള്ള മെഡിസിൻസ് ഒക്കെ നമ്മളുടെ ഹോമിയോസ്റ്റാസിസിനെ ബാധിക്കാം. അതേപോലെ കോണ്ടാക്ട് വിത്ത് ടോക്സിക് സബ്സ്റ്റൻസസ്. ടോക്സിക് ആയിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങളൊക്കെ ആയിട്ട് കോണ്ടാക്ട് വരാം. അതായത് കഴിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ബോഡിയിൽ കോണ്ടാക്ട്സ് വന്നു കഴിഞ്ഞാൽ ഹോമിയോസ്റ്റാസിസ് തെറ്റും. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ എല്ലാ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതും ടീച്ചർ പറഞ്ഞിട്ടുണ്ട്. അപ്പോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കരുത്. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ഉപകാരപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കണ്ടേ? അവരും പഠിക്കണ്ടേ? അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, അതേപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമന്റും കൂടി ചെയ്യാം കേട്ടാ. അപ്പൊ താങ്ക് യു. എല്ലാവരും നല്ലോണം പഠിക്കുക, നല്ലോണം എക്സാം എഴുതാം. നമുക്ക് സൂപ്പർ ആയിട്ട് പഠിച്ച് ഇനിയുള്ള ക്ലാസ്സുകളും എല്ലാരും മുടങ്ങാതെ കാണണം. അപ്പൊ നമുക്ക് സൂപ്പർ ആക്കാം. താങ്ക് യു.